കല്യാണത്തിന് ആദ്യ എതിർപ്പ് പറഞ്ഞത് ഞാന്, മറിച്ച് പറഞ്ഞത് ഞാൻ തന്നെ. അതുപോലെ ഇപ്പൊ എന്റെ മുന്നില് അലക്സിയുടെ കാശ് കാര്യത്തിൽ ഏട്ടന്റെ നിസ്സഹായതയേക്കാൾ വലുത് രോഹിണി ചേച്ചി മാത്രം. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ രോഹിണി ചേച്ചി ഏട്ടൻ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കും ചേച്ചി. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? രോഹിണി ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ വിനയേട്ടന്റെയും രോഹിണി ചേച്ചിയുടെയും കല്യാണം നമ്മൾ നടത്തിയേ പറ്റൂ. ചേച്ചി നാളെ ഒരു ആത്മഹത്യാ ശ്രമം നടത്താതിരിക്കാനാണ് ഞാനീ പറയുന്നത്. ഇനി അത് നടക്കാൻ പ്രയാസമാണ്. അവളുടെ അമ്മാവനും അമ്മായിയും ഹോസ്പിറ്റലിൽ വന്നിരുന്നു. നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി അവളെയും കൊണ്ട് അവർ നാട്ടിലേക്ക് പോയി. ഞാൻ അവളെ വിവാഹം കഴിക്കാതിരിക്കാൻ അലക്സി വാശിക്ക് കളിച്ചൊരു കളിയാണത്. ആ അമ്മാവനും അമ്മായിയും അവൻ വിലയ്ക്ക് വാങ്ങിച്ച കളിപ്പാവകളും. അതെന്തായാലും ഏട്ടൻ ചേച്ചി അവരുടെ കൂടെ വിടരുതായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ബില്ല് സെറ്റിൽ ചെയ്ത് വരുമ്പോഴേക്കും അവളെയും കൊണ്ട് അവർ പോയിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ അവളുടെ ഫോൺ അവളുടെ അമ്മാവന്റെ കയ്യിലാണിപ്പോ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ ഇനി അവൾ എന്നെ ശപിച്ചുകൊണ്ട് ജീവിക്കും, അല്ലെങ്കിൽ അവൾ മരിക്കും. അതേ സംഭവിക്കൂ. ചേച്ചി ഒരിക്കലും നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കില്ല. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നാളത്തെ മുഹൂർത്തത്തെ തന്നെ വിനയേട്ടന്റെയും രോഹിണി ചേച്ചിയുടെയും വിവാഹം നമ്മൾ നടത്തും. എന്റെ ഉറപ്പാത്. നീ എന്താടി പറയുന്നേ? എങ്ങനെ നടത്തുന്ന? ഞാൻ എന്താണ് പറയുന്നത് എന്നല്ല കാര്യം. നാളെ ഈ വിവാഹം നടത്തിയ ചേച്ചി ഹാപ്പിയാണോ എന്നാ. അത് ഒന്നും പിന്നേക്ക് വെക്കുന്ന പരിപാടിയില്ല. ഇപ്പൊ പറയണം, ചേച്ചി ഓക്കെയാണോ? അമ്മ ഓക്കെയാണോ? മുത്തശ്ശനും മുത്തശ്ശിയും ഓക്കെയാണോ? എന്തു പറയുന്നു? മുത്തശ്ശ, വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. വിവാഹം ഏത് ക്ഷേത്രത്തിൽ വെച്ച് എങ്ങനെ നടത്തണമെന്ന് മുത്തശ്ശൻ തീരുമാനിച്ചാ മതി. മുഹൂർത്തം കണ്ടുവച്ചോ. പെണ്ണിനെ ഞാൻ ഹാജരാക്കും. അതെന്റെ വാക്ക. എന്തു പറയുന്നു? അതെ, ആശാൻ ഇതുവരെ ജീവിതത്തിൽ പ്രണയിച്ചിട്ടില്ല, വിവാഹവും കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ പ്രേമത്തെ കുറിച്ച് അഭിപ്രായം പറയാനും വരരുത്. എടാ, പ്രേമിക്കുമ്പോ തരക്കാരെ വേണം പ്രേമിക്കാൻ. എടാ, 10ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം തോറ്റ നീ MBBSകാരുടെ പിന്നാലെ നടന്നാല് ദൈവം പോലും കളിയാക്കി ചിരിക്കും. അതാണ് സത്യം. ദേ ആശാനെ, മതി. ഇനി എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, ആശാനാണോ കൂശാനാണോ ഞാൻ നോക്കത്തില്ല. ദേ, ഈ ചന്തുവിന്റെ ഉള്ളിൽ ഒരു കാമുകം മാത്രമല്ല, ഒരു ഗംഭീര കലിപ്പം കൂടി ഉണ്ടെന്ന് ആശാൻ മനസ്സിലാക്കിയ ആശാന് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നെ നീ തല്ലുവെന്നാണോ ഉദ്ദേശിച്ചത്? എന്നാ തല്ലടാ, കാണട്ടാ ഞാൻ. എടാ വാടാ. വേണ്ട വേണ്ട. നിന്നെ ഞാനിന്ന്
എന്താ ഇവിടെ? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഇങ്ങനെ എക്സസൈസ് ഒക്കെ. അതെ അതെ, ഓട്ടം വ്യായാമത്തിന് ബെസ്റ്റാണ് മോളെ. ഞാൻ ഇവനെ കൊണ്ട് വ്യായാമം ചെയ്യാൻ നോക്കുവാ അല്ലേ? അല്ല മോളെന്താ ഇവിടെ? ആ, ഞാൻ വെറുതെ ചന്തുവിനെ ഒന്ന് കാണാൻ. അതെന്തിനാ? അത് കുന്തിന്. എന്റെ ആശാനെ, നിങ്ങൾക്ക് അകത്ത് വേറെ പണിയൊന്നുമില്ലേ? വയസ്സ് കുറെ ആയല്ലോ. ഒരു ചെറുപ്പക്കാരി ഒരു ചെറുപ്പക്കാരനെ കാണാനും മിണ്ടാനും പറയാനും വരുമ്പോ സ്പാനർ വിഴിഞ്ഞ പോലെ വടിയായിട്ട് നിന്നോണം. അതെ, ഔചിത്യം വേണം മനുഷ്യരായ, ഔചിത്യം. നീ വാ വിസ്മയെ. അതെ, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല. ചുറ്റിനും വായി നോക്കിയളാ. വാ, നീ വാ. ഷടാ, ഒരു നരുന്ത് പെണ്ണ് വന്ന് കയറിയപ്പം അവരൊരു ജാട നോക്ക്. എന്താ വിസ്മയെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത വരവാണല്ലോ. ഞാനിപ്പോ വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പിൽ ഞാൻ വരില്ലെന്ന് ചന്തുവിന് അറിയാലോ. ചന്തു എനിക്കൊരു സഹായം ചെയ്യണം. എപ്പോ ചെയ്തെന്ന് ചോദിച്ചാ മതി. ചങ്ക് പറിച്ചു തരണോ? കണ്ണ്, കാത്, മൂക്ക്, ചെവി, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. വിസ്മയ ചോദിച്ചാ ചന്തു സ്വന്തം കുടൽമാല ഊരിയെടുത്ത് വിസ്മയുടെ തലമുടി കെട്ടി അതിലൊരു പൂവും വെച്ചേരും. എന്താ വേണോ? ഓ ദയവേത് കൂടുതൽ കോമഡി പറഞ്ഞെന്നെ വിഷമിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. അയ്യോ, സോറി. നീ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എന്തോ സീരിയസ് ആയ ഡിസ്കഷൻ ആണല്ലോ. എന്റെ ദൈവങ്ങളെ, ഇനി വല്ല ഒളിച്ചോടിപ്പാവലും ആയിരിക്കുമോ? എങ്കിൽ പിന്നെ നാളെ ഇവിടെ ഞാൻ പണിക്കാരെ കണ്ടുപിടിക്കേണ്ടി വരും. പോട്ടെ ആശാനെ, പിന്നെ കാണാം. ആയിക്കോട്ടെ, ശരി, പോട്ടെടാ. അവളെന്തിനാ എന്നെ ആശാനെന്ന് വിളിച്ചത്? ഞാൻ അവളെ കുടിപ്പള്ളിക്കൂടത്തിൽ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? അയ്യോ, എന്റെ ആശാനെ ഇങ്ങനെ കളിച്ചു നിൽക്കല്ലേ. ആ കുട്ടി സന്തോഷത്തിൽ വന്നൊരു കാര്യം പറഞ്ഞതാ, നല്ല കാര്യം. അവളെന്ത് പറഞ്ഞു? എന്താ ഇത്ര വലിയ സന്തോഷിക്ക? അവൾക്ക് എന്റെ കൂടെ എവിടേക്കെങ്കിലും ഒരു ടൂർ പോകണമെന്ന്. ടൂറോ? ആ, ഈ ചന്തുവും വിസ്മയും മാത്രമായിട്ടൊരു സാഹസികമായ റൊമാൻറ്റിക് ദീർഘയാത്ര. എങ്ങോട്ട്? അത് സീക്രട്ട്. അതെ, ഞങ്ങളുടെ ഈ റൊമാൻറ്റിക് യാത്രയുടെ ലക്ഷ്യം ഒരു കിഡ്നാപ്പിംഗാ. കിഡ്നാപ്പിംഗോ? ആ, നാളെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന കാര്യം ആശാൻ ആരോടും പറയാൻ നിൽക്കണ്ട. പറയോ? ഇല്ല. സന്തോഷം. ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ. എന്ത്? വിസ്മയ്ക്ക് എന്നോട് പ്രേമാണെന്ന്. ഇത് വേറെന്തോ തട്ടിപ്പ് പണിയാ. നാളെ അവളെ കൂടെ പോണ്ടതല്ലേ? ഇപ്പോഴേ ചെന്ന് കുളിക്കാൻ തുടങ്ങിയാലേ ഓയിലും ഗ്രീസും ഒക്കെ പോയി കിട്ടും. മോൻ പോയി 2 രാധാ സോപ്പ് കുളിക്കാൻ നോക്ക്. കഷ്ടം, ഇയാൾ ഇത്രയ്ക്ക് അൺറൊമാൻറ്റിക് ബൂർഷയായി പോയല്ലോ. ഇയാളെ ആശാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സമയമായി. എന്റെ ദൈവങ്ങളെ, നാളെ പോകേണ്ടത് ബർമ കോളനിയിലേക്കാ. യാത്ര മൊത്തത്തിൽ മിന്നിച്ചേക്കണേ. ചന്തു അയ്യ, ഓ, ഇന്ന് നമ്മുടെ മാരേജ് മുഹൂർത്തം കാലയ്ക്ക് 10:30 11:30 വരയ്ക്കും താ. കൃഷ്ണ ഭഗവാൻ കോയിലില് സിമ്പിളാ മുണ്ട് മുടിച്ച് താലി കെട്ടും പുടവ കൊടുപ്പും താ. ആനാ കല്യാണ പൊണ്ണു ഇരിക്കുന്നിടം ബർമ കോളനിയിലെ മാമാവുടെയും അത്താവുടെയും കസ്റ്റഡിയില് താ. കോളനിയിലെ പെരിയ റൗഡി താ അവരുടെ മാമ. റൗഡി மாமாவுக்கும் அத்தாவுக்கும் தெரியாமல் கல்யாண பொண்ணை எப்படியாவது தூக்கிட்டு வரணும். பெரிய ரிஸ்க் இருக்கு. നമ്മ കൊണ്ട് മുടിയുമാ മുടിയാതാ? നീങ്ക சொல்லு. മുടിയും. നീ രോഹിണി ചേച്ചിയുടെ കൂട്ടുകാരി തമിഴത്തി മല്ലി ആയപ്പോഴേ നമ്മുടെ മിഷൻ പകുതി സക്സസ് ആ.
അല്ലടി, നീ ഈ തമിഴൊക്കെ എങ്ങനെയാ പഠിച്ചെടുത്തേ? അതൊക്കെ ഉണ്ട്. നമ്മുടെ മുന്നിൽ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തും പെട്ടെന്ന് പഠിക്കുന്നുള്ളത് ഉറപ്പാ. ശരിയായിരിക്കും. ഞാനൊരു ലക്ഷ്യം വെച്ച് +2 പഠിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ലക്ഷ്യം നേടുവോന്ന്. അതൊക്കെ നിന്റെ കാര്യം, നീ നോക്കിയാ മതി. പിന്നെ രോണി ചേച്ചിയെ അവര് വീട്ടു തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് അറിയാലോ. ഫോൺ അമ്മാവന്റെ കയ്യിലാ. മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് രോണി ചേച്ചിയെ താലി കെട്ടാൻ എത്തിക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും അമ്പലത്തിലെത്തി കാത്തു നിൽക്കും. സമയത്തിന് വധുവിനെ എത്തിച്ചില്ലെങ്കിലേ നാണക്കേടാ. അതൊക്കെ നമ്മൾ എത്തിക്കുന്ന ഉറപ്പല്ലേ? ധൈര്യം ഉണ്ടോ? പിന്നില്ലാതെ. നീയല്ലേ എന്റെ കൂടെ ഉള്ളത്. ചിലപ്പോഴേ ഒരു ഫൈറ്റൊക്കെ പ്രതീക്ഷിക്കണം. അതിന് ചന്തു തന്നെ മുന്നിൽ നിൽക്കണം. എന്തിന്? അടി വാങ്ങിക്കൂട്ടാനാ? പോടാ, അടി കൊടുക്കാൻ. നീ കോമഡി കളഞ്ഞിട്ട് കാര്യം പറ ചന്തു. ശരി ശരി. വിസ്മയ പിന്നിലുണ്ടെങ്കിൽ എന്റെ ജീവൻ കൊടുത്തും വിനയേട്ടന്റെയും രോഹിണിയച്ചന്റെയും വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ നടത്തിയിരിക്കും. ഇത് സത്യം സത്യം സത്യം. നീ ആരോമൽ ചെയ്തവരാകുന്നതൊക്കെ കൊള്ളാം. പക്ഷെ നമ്മൾ പോകുന്നതേ ലോകനാർക്കാവിലും കടത്തനാട്ടും ഒന്നും അല്ല, ബർമ്മ കോളനിയിലേക്കാ. വെട്ടൊന്നു തുണ്ടൻ രണ്ടെന്ന് അവിടുത്തെ പ്രമാണം. ശരി ശരി. കണ്ണ് തെറ്റിയ ഫോൺ എടുത്ത് കുത്താൻ തുടങ്ങും. ഇവിടെ തിരുമാലി അടങ്ങി നിന്നില്ലെങ്കിലേ ഒറ്റ ചവിട്ടിന് കൊന്നുകളയും നിന്നെ ഞാൻ. ഫോൺ പിടിച്ച് വാങ്ങിട്ട് വേണം നിന്റെ മറ്റവനെ വിളിച്ചു വരുത്താൻ, അല്ലേടി? അവൻ ഈ കോളനിയിൽ കാലുകുത്തിയാൽ പിന്നെ അവൻ ജീവനോടെ തിരിച്ചു പോകത്തില്ല. നിനക്കെന്താടി ആ അലക്സ് സാറിന്റെ ഒപ്പം പോയാല്? നീ പോയാല് ഞങ്ങളും രക്ഷപ്പെടൂ. ഇല്ലെങ്കിലേ നീ ഇനി പുറം ലോകം കാണില്ല. കേട്ടാടി പറഞ്ഞാ കേക്കത്തില്ല അല്ലേ? മര്യാദക്കൂടെ കിടന്നോണം, അല്ലെ കൊന്നുകളയും നിന്നെ. നോക്കിക്കോളെ. അവിടെ ഒരു പൂങ്കണ്ണീര് കണ്ടില്ലേ? അവിടെ സൂക്ഷിച്ചോണേ. നിങ്ങൾ കളിച്ചു തുടങ്ങിയ ഞാനും വരുന്നുണ്ടേ. എടാ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു പരീക്ഷണം. നെഞ്ചു കിടന്ന് പടപടാ ഇടിക്കുക. നീ കൂടെ കാണൂല്ലോ അല്ലേ? എപ്പ കൂടെ കാണുമെന്ന് ചോദിച്ചാ മതി. നീ ധൈര്യമായിട്ട് തുടങ്ങിക്കൂടി, ഞാനുണ്ട് കൂടെ. വിളിക്കട്ടെ. അവിടെ ഒരു പൂങ്കണ്ണീര് കണ്ടില്ലേ? വിളിക്ക, നീ വിളിക്കടാ, വിളിക്ക കൊള്ള കാമുക. എടാ റാസ്കൽ, മേലാൽ എന്റെ മോളെ വിളിക്കാനോ കാണാനോ ശ്രമിച്ചാൽ നിന്റെ കാല് ഞാൻ 4 കഷ്ണമാക്കും, കേട്ടോടാ? ഹലോ, എന്താണ് നീ ഒന്നും ഉണ്ടാക്കുന്നത്? അമ്മ,
நான் நீங்க நினைக்கிற ஆளல்லே. തമിഴോ? ഇതേതോ പെണ്ണാണല്ലോ. நான் ரோஹிணி ஃப்ரெண்டு மல்லி பேசுறேன் அம்மா. മല്ലിയോ? അങ്ങനെ പേരുണ്ടോ തമിഴില്? അയ്യോ, ഇവിടെ അടുത്തല്ലേ രോഹിണി മാല കൊടുത്തെന്ന് പറഞ്ഞത്. എടിയടി, നിന്റെ 2.5 പവന്റെ മാല കൊണ്ടുപോയ തമിഴത്തി പെണ്ണില്ലേ, അവളാ വിളിക്കുന്നത്. ആ മല്ലി. മല്ലിയോ? അമ്മായി ഫോണിൽ എന്നാ ഞാൻ സംസാരിക്കട്ടെ. ഫോണ് നിന്റെ കയ്യിൽ തരുന്നില്ല, ചെവി വെച്ച് തരാം. അവളോട് 2.5 പവൻ എവിടെയും ചോദിക്കേ. ഹലോ മല്ലി, നീ തിരിച്ചു വന്നോ? ചേച്ചി, ഞാൻ വിസ്മയാ. ഇനി ചേച്ചി ഞാൻ പറയുന്നത് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഒരാട്ടോ കുറെ സമയമായിട്ട് അവിടെ വാക്കില്ലാതെ കിടക്കുക. എന്തോ വശപ്പശകാന്നാ തോന്നുന്നത്. നീ പോയെന്ന് നോക്കിട്ട് വാ. ശരി. നീ കളിയടാ. നീ എന്താടി മാലയുടെ കാര്യം ചോദിക്കാത്ത? ഞാൻ ചോദിക്കട്ടെ അവളോട്. എടി പെണ്ണേ, നീ അല്ല ഇവിടെ മാലയായിട്ട് കടന്നു കളഞ്ഞത്. அப்படியொன்னும் சொல்லாதம்மா. நான் வந்து அந்த மாலை கொடுக்கறதுக்கு தான் உங்க வீட்டுக்கு வந்துட்டு இருக்கேன். ഈ പെണ്ണ എന്തൊക്കെയാ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവള് എന്റെ മാല തിരിച്ചു തരാൻ വരിക. വഴി പറഞ്ഞു കൊടുക്കാൻ വിളിച്ചാണെന്ന് തോന്നുന്നു. അയ്യോ, ആണോ? എന്നാ ഇപ്പൊ ശരിയാക്കി തരാ. മോളെ, ഹലോ. அம்மா, வீட்டிலேக்குள்ள வழி கொஞ்சம் சொல்லிக் கொடுங்க. അതെ, നിങ്ങളിപ്പോ എവിടെയാ നിക്കുന്നേ? എന്താടാ, ആരാടാ വണ്ടിയില്? അതേതോ തമിഴത്തി പെണ്ണ. ഓ, ആ, നീ കളിയടാ. വായി നോക്കി സമയം കളയാതെ കളിയടാ. അവിടെ ഒരു ഇടവഴി കണ്ടില്ലേ? അതുവഴി ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് 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 വാ. അമ്മ, രോഹിണി അകത്തോട്ട് വാ. വാ, മോളകത്തുണ്ട്. മോളെ, നീ ആ മാല എന്തേ തന്നെ നോക്കട്ടെ. എന്റെ ദൈവമേ, എന്റെ കയ്യിലോട്ട് താ മോളെ. മല്ലി, അത് അമ്മായിക്ക് കൊടുത്തേക്ക്. അയ്യോ, എന്റെ ദൈവമേ. മോളെ, ഇനി ഇത് ഞാൻ നിനക്ക് തരത്തില്ല. അമ്മായി കഴുത്തിലിട്ടോ. അയ്യോ, ഇത് പോയി ഇട്ടിട്ട് വാ.
രോഹിണി ചേച്ചി അമ്മായിയുടെ കാര്യത്തിൽ സങ്കടപ്പെടണ്ട. 2.5 പവന്റെ റോൾഡ് ഗോൾഡിന്റെ മാല കൊടുത്തിട്ടുണ്ട്. 150 രൂപയ്ക്ക് അമ്പലപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.